C4 Craft and Cooking പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിൽ സ്വീറ്റ് പൂരി വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം വല്ലാതെ കൂടിപ്പോയാൽ പൂരിയിൽ എണ്ണ പിടിക്കും. പിന്നെ നമ്മൾ കൈകൊണ്ട് നന്നായി ഇത് കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ മാവ് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് പഞ്ചസാരയിൽ മാറ്റം വരുത്താം. പിന്നെ 1 കപ്പ് പൊരികടല, 1 കപ്പ് അവില്, കസ്കസ് 1 ടീസ്പൂൺ, കറുത്ത എള്ള് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയിൽ ഈർപ്പൊക്കെ മാറി നല്ലപോലെ ഫ്രൈ ആയിട്ട് വരണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ തേങ്ങ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊരികടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊരികടല നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ പാനിൽ തന്നെ അവില് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവില് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എള്ള് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കസകസ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇത് പാവാകുമ്പോൾ അങ്ങനെ വെള്ള നിറമായിട്ട് വരും. അപ്പൊ നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇവിടെ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പൂരിയുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം.
അപ്പം നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുറേശ്ശെ മാവെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇവിടെ ഞാൻ പരത്തിയെടുക്കാനായിട്ട് റോളിംഗ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ മാവ് ഉപയോഗിക്കുന്നില്ല പരത്തിയെടുക്കാൻ. ഇത് നമ്മളൊരു മീഡിയം കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇപ്പം നമ്മളിവിടെ എല്ലാ മാവും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്ത് അതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഗ്യാപ്പ് ഇല്ലാതെ നല്ലതായി ഫോൾഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ പുറത്തു പോകും. പിന്നെ നമ്മൾ എല്ലാ പൂരിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പൂരി പൊരിച്ചെടുക്കുന്നതിന് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കാം. നമ്മളിങ്ങനെ മാവ് സ്റ്റഫ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ അമർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പൂരി ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പൂരി ചുട്ടെടുക്കാനായിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിലൊക്കെ എണ്ണ പിടിക്കും. നമ്മളത് കോരി എടുക്കുമ്പോഴും ഫ്ലെയിം ഹൈ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ പൂരി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പൊ നമ്മുടെ ക്രിസ്പിയായ പൂരി റെഡിയായി വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്